രാജാക്കന്മാർക്കായി കൊത്തിയെടുത്ത സിംഹാസനത്തെ അലങ്കരിച്ച ഒരു സ്ത്രീ സുൽത്താൻമാരെയും പണ്ഡിതന്മാരെയും യോദ്ധാക്കളെയും പിന്തള്ളി മുന്നോട്ട് വന്ന ധീരവനിത. വംശം, പദവി എന്നിങ്ങനെയുള്ള പരിധികളെ മറികടന്ന സ്നേഹത്തിന് വില നൽകേണ്ടി വന്ന ഭരണാധികാരി. ഇത് കഥയല്ല, ഇത് സുൽത്താന റസിയയുടെ ചരിത്രമാണ്. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ സ്ത്രീ ഭരണാധികാരിയുടെ ചരിത്രം. റസിയയെ മനസ്സിലാക്കാൻ അവരുടെ പിതാവ് ഷംസുദ്ദീൻ അൽതുമിഷിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപകനായ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കീഴിൽ സേവനമനുഷ്ഠിച്ച അൽതുമിഷ് ഒരു മംലൂക്കായിരുന്നു. തുർക്കി സുൽത്താൻമാർ സൈനിക ആവശ്യങ്ങൾക്ക് വാങ്ങി പരിശീലിപ്പിച്ച സൈനിക അടിമകളാണ് മംലൂക്കുകൾ. ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ അസാധാരണമായ കഴിവുകൾ പ്രകടിപ്പിച്ച അൽതുമിഷ് വേഗത്തിൽ ഉയർന്നു. ഒടുവിൽ അദ്ദേഹം സൈന്യത്തിന്റെ തലപ്പത്ത് വരെ എത്തി. പിന്നീട് കുത്തുബുദ്ദീൻ സ്വന്തം മകളെ തന്നെ അൽതുമിഷിന് വിവാഹം ചെയ്തു നൽകി. അങ്ങനെ ഭാര്യാപിതാവിന്റെ മരണശേഷം അടിമയായി ജീവിതം തുടങ്ങിയ അൽതുമിഷ് ഡൽഹിയുടെ സിംഹാസനത്തിൽ 1211 അവരോധിതനായി. ഒന്നാം തരം പട്ടാളക്കാരൻ മാത്രമല്ല, മികച്ച ഒരു രാഷ്ട്രതന്ത്രജ്ഞനുമാണെന്ന് ഭരണകാലത്ത് അദ്ദേഹം തെളിയിച്ചു. ഏഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും അസ്ഥിരമായ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ഭരിച്ചത്. ചെങ്കിസ് ഖാനും അദ്ദേഹത്തിന്റെ മംഗോളിയൻ സൈന്യവും മധ്യേഷ്യയിലുടനീളം പടയോട്ടം നടത്തിയിരുന്ന കാലം. ആ ഭീഷണിയുടെ വ്യാപ്തി മനസ്സിലാക്കിയ അൽതുമിഷ് മംഗോളിയരെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്താൻ നയതന്ത്രത്തിന്റെയും സൈനിക സന്നദ്ധതയുടെയും സംയോജിതമായ പ്രവർത്തനത്തിലൂടെ ശ്രദ്ധാപൂർവം ശ്രമിച്ചു. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു. ഡൽഹി അങ്ങനെയാണ് സമർക്കണ്ടിന്റെയും ബുഖാറയുടെയും വിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അൽതുമിഷിന് 3 മക്കളുണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഭരണകാര്യങ്ങളെക്കാൾ വീഞ്ഞിലും പാട്ടിലും മുഴുകിക്കഴിഞ്ഞ കഴിവുകെട്ടവരായിരുന്നു. ദൈവശാസ്ത്രം, രാഷ്ട്രതന്ത്രം, സൈനിക കലകൾ എന്നിവയിൽ വിദ്യാഭ്യാസം നേടിയ റസിയ പക്ഷേ വ്യത്യസ്തയായിരുന്നു. അവർ കോടതിയിൽ പ്രവർത്തിക്കുകയും പണ്ഡിതന്മാരോട് സംവാദം നടത്തുകയും സൈനികരിൽ നിന്ന് പരിശീലനം സിദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ടാവാം ധീരവും അഭൂതപൂർവവുമായ ഒരു നീക്കത്തിൽ അൽതുമിഷ് തന്റെ മകളെ സിംഹാസനത്തിന്റെ അവകാശിയായി നാമകരണം ചെയ്തത്. 1236 അൽതുമിഷ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മകൻ റുക്നുദ്ദീൻ ഫിറൂസ് ഉടൻ സിംഹാസനം പിടിച്ചെടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണം ഹ്രസ്വകാലത്തേക്കായിരുന്നു. തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഒരു സഹോദരനെ കൊലപ്പെടുത്തിയതായി അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നു. റസിയ മൗനം പാലിച്ചില്ല. ഡൽഹിയിലെ ജാമിയ മസ്ജിദിൽ നിന്ന് റസിയ ജനങ്ങളോട് നേരിട്ട് ഒരു അഭ്യർത്ഥന നടത്തി. നീതിക്ക് വേണ്ടിയുള്ള ഒരു വൈകാരികമായ പൊതുപ്രസംഗം. അത് ഫലം കണ്ടു. റുക്നുദ്ദീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതിയിൽ വിചാരണ ചെയ്ത് കുറ്റവാളി എന്ന് കണ്ടെത്തിയതോടെ അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. റസിയയ്ക്ക് അധികാരത്തിലേക്കുള്ള വഴി തെളിഞ്ഞു. സാധാരണ പോലെ രാജപത്നിയായിട്ടല്ല, മറിച്ച് സുൽത്താനായിട്ട് തന്നെ. റസിയ ഉടൻ തന്നെ പരമാധികാരി എന്ന നിലയിലുള്ള തന്റെ അധികാരം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. സ്ത്രീകളുടെ സ്തംഭം, കാലത്തിന്റെ രാജ്ഞി ഷംസുദ്ദീൻ അൽതുമിഷിന്റെ മകൾ സുൽത്താന റസിയ എന്ന പേരിൽ നാണയങ്ങൾ അച്ചടിക്കാൻ അവർ ഉത്തരവിട്ടു. സുൽത്താനേറ്റിലുടനീളം ജുമാ ഖുത്തുബ അവരുടെ പേരിൽ വായിച്ചു തുടങ്ങി. 13-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ലോകത്ത് രാഷ്ട്രീയ നിയമസാധുതയ്ക്ക് ഒരു കാര്യം കൂടി ആവശ്യമായിരുന്നു: അബ്ബാസിദ് ഖലീഫയുടെ അംഗീകാരം. റസിയ ഒരു നയതന്ത്രജ്ഞൻ വഴി സന്ദേശമയച്ച് ഖലീഫ അൽ മുസ്തൻസിർ ബില്ലയോട് കൂറ് പ്രഖ്യാപിച്ചു. ബഗ്ദാദിനെ തന്നെ ആക്രമിച്ചുകൊണ്ടിരുന്ന മംഗോളിയരുടെ നിയന്ത്രണത്തിലുള്ള വിശാലമായ പ്രദേശങ്ങളുടെ കിഴക്ക് ഒരു പിന്തുണ ആവശ്യമായിരുന്ന ഖലീഫ അവരെ ഡൽഹിയുടെ മാലിക്കിയായി അംഗീകരിച്ചു. ഈ അംഗീകാരം റസിയയ്ക്ക് ഒരു പ്രധാന രാഷ്ട്രീയ വിജയമായിരുന്നു. 100 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ സന്ദർശിച്ച ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്തയുടെ രചനകളാണ് റസിയ സുൽത്താനയുടെ ജീവിതത്തെക്കുറിച്ച് പല വിവരങ്ങൾക്കും ആധാരം. അദ്ദേഹം എഴുതുന്നു: റസിയ പട്ടാളക്കാരെ പോലെ വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് യുദ്ധരംഗത്തേക്ക് പോയി, നീതി നടപ്പാക്കി, പുതിയ പ്രദേശങ്ങൾ കീഴടക്കി, രാജ്യത്തിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി. എന്നാൽ ജനറൽമാർക്കും പ്രഭുക്കന്മാർക്കും ഒരു സ്ത്രീ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. സുന്ദരിയും അവിവാഹിതയുമായിരുന്ന റസിയയുമായി പ്രഭുക്കന്മാരായ പലരും വിവാഹാലോചനകൾ നടത്തി. അവൾ അവയെല്ലാം നിരസിച്ചുകൊണ്ട് ആഫ്രിക്കൻ അടിമയായ ജമാലുദ്ദീൻ യാക്കൂത്തിയുമായി പ്രണയത്തിലായതോടെ ഈ പ്രഭുക്കന്മാരുടെ ശത്രുത കൂടുതൽ വഷളായി. റസിയയും ജമാലുദ്ദീൻ യാക്കൂത്തിയും തമ്മിലുള്ള ബന്ധം അവർ ഒരു അപവാദ പ്രചരണത്തിന് ആയുധമാക്കി. സുൽത്താൻ ഒരു അടിമയുമായി പരിധിവിട്ട ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ കിംവദന്തി പരന്നതോടെ കൊട്ടാരത്തിലെ ഖാദിമാർ റസിയയ്ക്കെതിരെ അവളെ അയോഗ്യയാക്കി വിധിപ്രസ്താവം നടത്തി.
അതോടെ പ്രഭുക്കന്മാർ ഒന്നാകെ പിന്തുണ പിൻവലിച്ചുകൊണ്ട് ഒരു പട്ടാള ജനറലായിരുന്ന മാലിക് അൽ തുനിയെ പകരം പുതിയ ഭരണാധികാരിയായി ഉയർത്തി. റസിയ വിട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല. ആയുധമെടുത്ത് അൽ തുനിയയ്ക്ക് എതിരിൽ അവൾ യുദ്ധത്തിനിറങ്ങി. ഡൽഹി കോട്ടയുടെ പുറത്തു വെച്ച് നടന്ന ഏറ്റുമുട്ടലിൽ അൽ തുനിയയുടെ സൈന്യം പക്ഷേ റസിയയെ പരാജയപ്പെടുത്തി തടവിലാക്കി. എന്നാൽ വിധി പിന്നീട് ഒരു വിചിത്രമായ ട്വിസ്റ്റ് രൂപപ്പെടുത്തി. അൽതുനിയ തന്റെ ശത്രുവായിരുന്ന റസിയയുടെ വ്യക്തിത്വത്തിലും സൗന്ദര്യത്തിലും ആകൃഷ്ടനായി അവരുമായി പ്രണയത്തിലായി. ഒടുവിലത് വിവാഹത്തിൽ കലാശിച്ചു. അങ്ങനെ എതിർശക്തികളായിരുന്ന രണ്ടുപേരും സഖ്യകക്ഷികളായി. ഒരുമിച്ച് അവർ സൈന്യത്തെ അണിനിരത്തി ഡൽഹി തിരിച്ചുപിടിക്കാൻ ശത്രുക്കൾക്ക് എതിരെ മറ്റൊരു ആക്രമണത്തിന് കോപ്പുകൂട്ടി. നിർഭാഗ്യവശാൽ അൽതുനിയയുടെയും റസിയയുടെയും സംയുക്ത സൈന്യം പരാജയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. യുദ്ധക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പലായനം ചെയ്യുന്ന വേളയിൽ റസിയ ക്ഷീണിച്ച് വിശന്ന് അവശയായി ഒരു കർഷകന്റെ കുടിലിൽ അഭയം പ്രാപിച്ചു. ഉറങ്ങുന്ന തന്റെ അജ്ഞാതയായ അതിഥി പുരുഷനെ പോലെ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയാണെന്ന് ആതിഥേയൻ മനസ്സിലാക്കി. അയാളുടെ കണ്ണുകൾ ഉടക്കിയത് സ്വർണത്തിൽ എംബ്രോയിഡറി ചെയ്ത വസ്ത്രങ്ങളിലാണ്. സ്വർണം കൈക്കലാക്കാനുള്ള ദുരയിൽ ആ കർഷകൻ അവരെ ഉറക്കത്തിൽ കൊന്നുകളഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നഗരവാസികൾ പിന്നീട് അയാളെ പിടികൂടി. കാലഘട്ടം ഏറെ ആഘോഷിച്ച ആ വനിതയ്ക്ക് വിധി നൽകിയ അന്ത്യം അങ്ങനെ ദുരന്തപൂർണമായി. റസിയയുടെ ചരിത്രം പക്ഷേ കാലത്തെ അതിജീവിച്ചു. സമൂഹവും കാലവും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെ മറികടന്ന് ഒരു സ്ത്രീക്ക് ഒരു രാഷ്ട്രത്തിന്റെ തലവനാകാൻ കഴിയുമെന്ന് അവർ വളരെ മിഴിവോടെ തെളിയിച്ചു. കാലം അവരെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചെങ്കിലും റസിയ ചരിത്രത്തിൽ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. സ്ത്രീകൾ അവരുടെ അവകാശ സംരക്ഷണത്തിനായി ഉയർത്തുന്ന ഒരു നാമമായി അവരുടെ കഥ മാറി. വിശാലമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം കാവ്യങ്ങളിൽ, നാടോടിക്കഥകളിൽ അവരുടെ നാമം മായാതെ ആലേഖനം ചെയ്യപ്പെട്ടു.